പാരീസിൽ ഇത് മൂന്നാം ദിവസമാണ്. ആ മൂന്നാം ദിവസത്തിൻ്റെ സവിശേഷതകളിൽ പ്രധാനം എന്ന് പറയുന്നത് ഇന്ത്യ, നമ്മുടെ ഹോക്കി ടീം നമ്മുടെ അവരുടെ രണ്ടാം മത്സരത്തിൽ സെക്കൻഡ് മാച്ചാണ്. ആ സെക്കൻഡ് മാച്ചിൽ ജസ്റ്റ് പരാജയം ഒഴിവാക്കിയിട്ട് 1-1 എന്ന സമനിലയിലേക്ക് വന്നത് വലിയ സന്തോഷ വാർത്തയാണ്. പക്ഷേ നമുക്ക് വലിയൊരു ആഘാതമായത് നമ്മൾ രണ്ടാം ദിവസത്തിൽ ഷൂട്ടിംഗ് സംഘത്തിൽ നിന്നും ഒരു മെഡൽ സ്വന്തമാക്കിയെങ്കിൽ ഈ മൂന്നാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഒരു മെഡൽ ഇഞ്ചിന് അർജുൻ ബബൂത്ത, അദ്ദേഹം 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ നേരിയ വ്യത്യാസം, 4ാം സ്ഥാനത്തേക്കാണ് അദ്ദേഹം വന്നത്, 4ാം സ്ഥാനത്തായിപ്പോയി. അതൊരു ആഘാതമാണ്. മറ്റൊന്ന്, നമുക്കിന്ന് വളരെ, അതായത് ഈ മൂന്നാം ദിവസത്തിലേക്ക് വരുമ്പോൾ ഷൂട്ടിങ്ങിൽ ഈ നേട്ടമൊഴിച്ചാൽ ബാക്കി കാര്യമായ നേട്ടങ്ങളൊന്നുമില്ല. അമ്പെയ്ത്തിൽ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടുണ്ട്, അവിടെയും മെഡലുകളൊന്നുമില്ല. പക്ഷേ മൊത്തം നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെന്നീസിൽ നമ്മൾ ഗംഭീരമായൊരു മാച്ച് കൊണ്ടു. ദ മാച്ച് ബിറ്റ്വീൻ നൊവാക് ദ്യോകോവിച്ച് ആൻഡ് റഫേൽ നദാൽ. അതൊരു ഗംഭീര മത്സരമായിരുന്നു റോളണ്ട് ഗാരോസിൽ. അതിൽ ദ്യോകോവിച്ച് ജയിച്ചു, നദാൽ, അദ്ദേഹം കളിമൺ കോർട്ടിലെ വിദഗ്ധനാണ്, അദ്ദേഹം പരാജയപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും നമ്മൾ മൊത്തം വിലയിരുത്തുമ്പോൾ ഒളിമ്പിക്സിൻ്റെ മൂന്നാം ദിവസം ചൈന മെഡൽ പട്ടികയിലേക്ക് വളരെ ശക്തമായിട്ട് വരികയാണ്. അവർ ഓൾറെഡി 5 സ്വർണ്ണമൊക്കെ നേടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ 17ാം സ്ഥാനത്തായിരുന്നു, ഇന്ന് അത് 27ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും മൊത്തം വിലയിരുത്തുമ്പോൾ ഈ തേർഡ് ഡേയിൽ ഇന്ത്യക്ക് മെഡൽ ഇല്ലെങ്കിൽ പോലും ശ്രീജേഷ് ഉൾപ്പെടുന്ന ഹർമൻപ്രീത് നയിക്കുന്ന നമ്മുടെ ഹോക്കി ടീം നല്ല ഒരു സമനില. കാരണം അർജന്റീന 2016 റിയോ ഒളിമ്പിക്സ് ജേതാക്കളാണ്. അവർക്കെതിരെ ഒരു ഗോളിന് അവസാനം വരെ നമ്മൾ തോറ്റു നിൽക്കുകയായിരുന്നു. അവിടെയാണ് നമ്മൾ ശക്തരായിട്ട് തിരിച്ചു വന്ന് സമനില സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം മോശം എന്ന് പറയാനാവില്ല. വീണ്ടും നമുക്ക് കാണാം.